അനുദിനം ഒപ്പമായിരിക്കാൻ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന സൗഭാഗ്യമാണ് ദിവ്യകാരുണ്യം. ഓരോ വിശുദ്ധ ബലികളിലും നാം കണ്ടുമുട്ടുന്ന ദിവ്യകാരുണ്യം കാലാകാലങ്ങളിലായി അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഈ ലോകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നതിൽ സംശയവുമില്ല. അതിന് തെളിവാണ് നൂറ്റാണ്ടുകളായി പലയിടങ്ങളിലും നടക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. 1447 മെയ് 23 ബുധനാഴ്ച ഏറ്റിൽവില്ലിലെ ഇടവക ദേവാലയത്തിൽ നിന്നും ദിവ്യകാരുണ്യ മോഷണം നടന്നു. തുടരന്വേഷണത്തിൽ ബിഷോഫിൻഗൻ എന്ന സ്ഥലത്തെ ആൻ വോക്ചലെ എന്ന യുവതി കുറ്റം സമ്മതിച്ചു. ആൻ സാത്താൻ ആരാധകരുടെ കൂട്ടായ്മയിലെ ഒരു അംഗം കൂടിയായിരുന്നു. അവളുടെ പ്രവൃത്തികളുടെ കൃത്യമായ കാരണം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും സാത്താനിക് ഗ്രൂപ്പുകളാൽ അശുദ്ധമാക്കപ്പെടുന്നതിനായി തിരുവോസ്തികൾ പള്ളികളിൽ നിന്ന് മോഷ്ടിക്കാറുണ്ട്. ബ്ലാക്ക് മാസ് എന്ന് വിളിക്കപ്പെടുന്ന കത്തോലിക്ക കുർബാനയെ പരിഹസിക്കുന്ന ഈ കറുത്ത കുർബാനകൾക്ക് പൈശാചിക അവധി ദിനമായ ഹലോവിൻ ദിനമാണ് തിരഞ്ഞെടുക്കുക. മോഷണം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിനു ശേഷം അവൾ അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്: ചെറിയ ഇരുമ്പ് ഗേറ്റിലൂടെ കൈ ഉള്ളിലിട്ടാണ് താൻ ദിവ്യകാരുണ്യ ഓസ്തി കൈക്കലാക്കിയത്. പക്ഷേ ദേവാലയത്തിന്റെ അടുത്തുള്ള സിമിത്തേരിയുടെ മതിൽ കടന്ന ഉടൻ തന്റെ കൈയിലെ ദിവ്യകാരുണ്യത്തിന് ഭാരം കൂടുകയും മുമ്പോട്ടോ പുറകോട്ടോ നീങ്ങാനാവാത്തതിനാൽ താൻ ദിവ്യകാരുണ്യം വേലിക്കരികിലുള്ള മുൾച്ചെടികളിലേക്ക് എറിഞ്ഞു കളഞ്ഞുവെന്നുമാണ് ആൻ വോക്ചലെ മൊഴി നൽകിയത്. എന്നാൽ വഴിയരികിൽ മുൾച്ചെടികൾക്കിടയിൽ കിടന്ന ദിവ്യകാരുണ്യം മാർഗരറ്റ് ഷൂൾ എന്ന പന്നിക്കൂട്ടത്തിന്റെ ഉടമയായ യുവതി പിന്നീട് കാണുകയായിരുന്നു. പന്നികളുമായി ദിവ്യകാരുണ്യം കിടന്ന സ്ഥലത്തിന് സമീപമെത്തിയപ്പോൾ പന്നികൾ യാത്ര തുടരാതെ നിൽക്കുന്നതാണ് അവൾ കണ്ടത്. ആ സമയത്ത് കുതിരപ്പുറത്ത് പോവുകയായിരുന്ന 2 പുരുഷന്മാരോട് അവൾ സഹായം അഭ്യർത്ഥിച്ചു. അവരാണ് മോഷ്ടിക്കപ്പെട്ട ദിവ്യകാരുണ്യം 7 ചെറിയ കഷ്ണങ്ങളായി പുല്ലിൽ കിടക്കുന്നത് കണ്ടെത്തിയത്. ഇതിൽ 6 കഷ്ണങ്ങൾ ഒരു റോസാപ്പൂവിന്റെ ആകൃതിയിൽ പ്രകാശം ചൊരിഞ്ഞിരുന്നു. തുടർന്ന് ഇതിനെപ്പറ്റി ഇടവക ദേവാലയത്തിൽ അറിയിക്കുകയും ഇടവകാംഗങ്ങളും അച്ഛനും ചേർന്ന് ദിവ്യകാരുണ്യ കഷ്ണങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. എന്നാൽ 6 കഷ്ണങ്ങൾ വൈദികൻ എടുക്കുകയും വലിയ ഭാഗമായ 7ാമത്തെ കഷ്ണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരുടെയും കൺമുൻപിൽ അത് നിലത്തുറച്ചു. ഇതൊരു അടയാളമായി കണക്കാക്കിയ അവർ അവിടെ തന്നെ ഒരു കപ്പേള നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സംഭവത്തിന് 1.5 വർഷങ്ങൾക്കു ശേഷം 1448 ഡിസംബർ 28 7ാമത്തെ കഷ്ണം ഉറച്ച സ്ഥലത്ത് പുതിയ ദേവാലയം പണി കഴിപ്പിച്ചു. ഇന്ന് വിദേശികളടക്കം അനേകായിരങ്ങൾ ഈ ദിവ്യകാരുണ്യ സാന്നിധ്യമുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായി കടന്നുവരുന്നു.